ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. സാമ്പത്തിക ജീവിതത്തിലെ രണ്ട് സുപ്രധാന കഥാപാത്രങ്ങളാണ് വരവും ചിലവും. ഇവർ തമ്മിലുള്ള ഒരു പാരസ്പര്യമോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലോ ഒക്കെയാണ് സാമ്പത്തിക ജീവിതം. പക്ഷേ അങ്ങനെ അങ്ങോട്ട് നിസ്സാരമായിട്ട് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ പാരസ്പര്യം എന്നൊക്കെ പറയുന്നത് പരസ്പരമുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്, പരസ്പരമുള്ള ഒരു മത്സരം. ഒരു ബോക്സിംഗ് റിംഗിൽ രണ്ട് ഗുസ്തിക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ. രണ്ട് ഗുസ്തിക്കാർക്കും ഒരേ സമയം വിജയിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരാൾ തോൽക്കണം, ഒരാൾ വിജയിക്കുകയും വേണം. വരവ് എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെ വരവാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തുന്നു. എന്നാൽ ഈ പണത്തെ ഉപയോഗിച്ച് തീർക്കുക അല്ലെങ്കിൽ ആഹരിച്ച് തീർക്കുക, അതാണ് ചിലവ് ചെയ്യുക. അപ്പോൾ രണ്ടുപേരുടെയും അടിസ്ഥാനപരമായ ആ ഒരു പ്രവർത്തന രീതി അത് പരിപൂർണമായും എതിർദിശയിലുള്ളതാണ്. ഒന്ന് ദീർഘകാലം വരുമാനമായി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റേത് അപരനെ, അതായത് വരുമാനത്തെ തിന്നു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, വേഗത്തിൽ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുമാനം വന്നാൽ ചിലപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് ഒക്കെ തീർന്നു പോകുന്ന അവസ്ഥ വരുന്നു. ചിലപ്പോൾ കടം വാങ്ങേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ എന്താണ് ഇതിനുള്ള പ്രതിവിധി? ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇവരുടെ ഈ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇവരുടെ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ചിലവിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. വരുമാനത്തെ ആഹരിക്കുന്ന ഒരു ഉൽപ്പന്നമായി ചിലവ് മാറാതെ വരുമാനത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ വരുമാനത്തിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുന്ന, വരുമാനത്തിന് സഹായം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമായിട്ട് ചിലവ് മാറണം. എന്ന് പറഞ്ഞാൽ ചിലവ് കുറച്ചുകൂടി ഒരു ഇൻകം ഫ്രണ്ട്ലി ആകണം, വരുമാന സൗഹൃദമാകണം. കുറച്ചുകൂടി കടന്നു പറയുകയാണെങ്കിൽ ചിലവ് വരുമാനമായി മാറണം. അത് 100% വരുമാനമായി മാറണമെന്നല്ല പറയുന്നത്, അത് പ്രായോഗികവുമല്ല. പക്ഷേ ചിലവ് നമുക്ക് വരുമാനം തരുന്നുണ്ടെങ്കിൽ ആ ചിലവ് പിന്നെ ചിലവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കുറേശ്ശെ വ്യതിചലിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോഴാണ് ചിലവ് വരുമാന സൗഹൃദമായി മാറുന്നത്. എങ്ങനെയാണ് ചിലവിനെ വരുമാന സൗഹൃദമാക്കി മാറ്റാൻ കഴിയുക? അല്ലെങ്കിൽ വരുമാനത്തെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാക്കി ചിലവിനെ മാറ്റാൻ കഴിയുക, ചിലവിനെ വരുമാനം തന്നെ ആക്കി മാറ്റാൻ കഴിയുക. അത് കുറച്ചെങ്കിലും, പൂർണ്ണമായിട്ടും ചിലവിനെ വരുമാനമാക്കാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും ചിലവിനെ വരുമാനമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചിലവല്ല, വരുമാനം തന്നെയാണ്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത്, നമ്മൾ ബോധപൂർവം ഓരോ ചിലവ് ചെയ്യുമ്പോഴും ആ ചിലവ് ചെയ്യുന്നതിന് തൊട്ടു മുൻപായി ഒരു ചെറിയ വരുമാനം ആ ചിലവിൽ നിന്ന് തന്നെ കണ്ടെത്തി മാറ്റിവെക്കണം, വരുമാനമായി തന്നെ. അതായത് ഉദാഹരണത്തിന്, നിങ്ങൾ പല വ്യഞ്ജനങ്ങൾ വാങ്ങുമ്പോൾ, ഓരോ പലവ്യഞ്ജനം വാങ്ങുമ്പോഴും അത് വാങ്ങുന്നതിന് മുമ്പ് ഒരു കുറച്ച് പൈസ, അത് എത്ര നിസ്സാരമായാലും കുഴപ്പമില്ല, കഴിയുന്ന തുക മതി,
ഇതും പറഞ്ഞിട്ട് ചിലവുകളൊന്നും ഒഴിവാക്കണ്ട, ചിലവുകളൊക്കെ നടത്തിക്കൊള്ളൂ. പക്ഷെ ഓരോ ചിലവ് നടത്തുന്നതിന് മുമ്പും ഒരു ചെറിയ പൈസ നമ്മൾ വരുമാനം എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ മാറ്റിവെക്കണം. ഇന്നിപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പം ഇത് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഉള്ള അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു അക്കൗണ്ടിലേക്ക് ഓരോ ചിലവുകൾ നടത്തുമ്പോഴും കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യണം. കുറച്ച് പൈസ എന്ന് പറഞ്ഞേ ഉള്ളൂ, അത് എത്ര നിസ്സാരവുമാകാം. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്, കപ്പാസിറ്റി അനുസരിച്ച് ആകാം. അപ്പോൾ ഓരോ ചിലവ് ചെയ്യുമ്പോഴും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലവുകൾ നമുക്ക് സന്തോഷം തരുന്ന ഒരു അനുഭവമായി മാറില്ലേ? കാരണം ചിലവുകൾ വരുമാനമാണ് തരുന്നത്. അപ്പോൾ ചിലവുകളുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ മാറി വരുന്നു. ചിലവ് എന്ന് പറയുന്നത് വരുമാനമായി മാറുന്നു. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ദീർഘകാലത്തേക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മിച്ചം എന്ന് സങ്കല്പിച്ച് ഒരിക്കലും വെക്കരുത്. പകരം വരുമാനം എന്ന് സങ്കല്പിച്ച് തന്നെ ഓരോ ചിലവ് ചെയ്യുമ്പോഴും, അത് എത്ര ചെറിയ ചിലവായാലും വലിയ ചിലവായാലും, ഒരു ചെറിയ പൈസ എത്ര നിസ്സാരമായാലും മാറ്റിവെക്കണം. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ചിലവുകൾ വരുമാന സൗഹൃദമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക ചിത്രം പാടെ മാറിപ്പോകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.